ഇതെന്താടാ? സോറി. അമ്മ എന്താണ് ചൂസ് ചെയ്തതെന്ന് അറിയാവോ നിനക്ക്? ഇല്ല. ഞാൻ പലപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറയാൻ പറ്റാതെ പോയ ഒരു കാര്യമാണ്. ഓക്കെ. ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്മ കരഞ്ഞു തുടങ്ങും. ശരിക്കും നോക്കറിയാം, നമ്മൾ പ്രളയം വന്നു, നമ്മുടെ വീട് പോയി. അല്ലാതെ തന്നെ നമ്മൾ 13 വർഷമായിട്ട് നമ്മളിങ്ങനെ വാടക വീടുകൾ മാറി മാറി ജീവിക്കുന്നു. ഒരു ബേസും ഇല്ലാതെ അപ്പയും അമ്മയും സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ 2 മക്കളും അറിഞ്ഞിട്ടുണ്ട്. അതിന് എസ്പെഷ്യലി നമ്മൾ 13 വർഷത്തെ ഓരോ പ്രാവശ്യവും കെട്ടിപ്പറക്കുമ്പോൾ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കും എന്നൊക്കെ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊറോണയുടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. അതും നമ്മുടെ സർക്കാരിൻ്റെ ധനസഹായത്തോടെ കിട്ടിയൊരു വീടാണ്. നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് പൂർത്തീകരിച്ച് നമ്മൾ കയറി താമസിച്ചതിന് ശേഷം ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ള് എല്ലാം അടച്ചു പൂട്ടി. അപ്പോൾ അപ്പയുടെയും അമ്മയുടെയും വരുമാനം, പ്രത്യേകിച്ച് കലാഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ സ്ഥാപനം നമുക്ക് പൂട്ടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ വരുമാനം നിലച്ചു. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പയും അമ്മയ്ക്കും അവിടെ ജോലി ലഭിച്ചത്. ആ സമയത്ത് മോൻ KV പഠിക്കുമായിരുന്നു. വളരെ ഇഷ്ടത്തോടെ, പ്രത്യേകിച്ച് നിൻ്റെ ചേട്ടൻ്റെ ഒരു ഇഷ്ടമായിരുന്നു മോളെ അവിടെ ചേർക്കണം. അപ്പോൾ നീ 5th തൊട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങൾക്കും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. സമയത്ത് നിന്നെ വേറൊരിടത്ത്, ഒരു പെൺകുട്ടിയാണ്, നിന്നെ ഞങ്ങൾക്ക് വേറൊരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ സ്കൂളിലേക്ക് നിന്നെ TC മേടിച്ചു. നിനക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയാം. ഇപ്പോഴും എപ്പോഴും. കാരണം നിന്നെ അവരത്ര സ്നേഹിച്ചിരുന്നു. അധ്യാപകരായിട്ട്, കുട്ടികളായിട്ട്, അതിലപ്പുറം നല്ലൊരു അന്തരീക്ഷമായിരുന്നു എനിക്ക് അവിടെ കിട്ടിയത്. അത് അമ്മയ്ക്കും അപ്പയ്ക്കും അതിലേറെ ഫീൽ ചെയ്തു. ആ സമയത്ത് മോനറിയണം, നമ്മുടെ കൊറോണ ടൈമിൽ പല രാത്രികളും അപ്പയും അമ്മയും കരഞ്ഞു തീർത്തു. നാളെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ദൈവം മാത്രം ആശ്രയമായിരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് കിട്ടിയ ജോലി ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. അത് ഞങ്ങളുടെ ഒരു പിടിവള്ളിയായിരുന്നു. ദൈവം ഞങ്ങൾക്കായി മാറ്റിവെച്ചൊരു പിടിവള്ളിയായിരുന്നു. അന്ന് എൻ്റെ മോൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒരു ഹോസ്റ്റലിലെങ്കിലും ആക്കി അവിടെ പഠിപ്പിച്ചേനെ. അപ്പം എത്രയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും അതൊന്നും അപ്പയും അമ്മയും നിങ്ങളെ 2 പേരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അതെന്തായിരുന്നാലും ഒന്നും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല, നിങ്ങളോട് അത്രയേറെ സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മുടെ അവസ്ഥ, അതൊക്കെ ഓർത്തിട്ടാണ് പലപ്പോഴും അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ആ ഒരു നഷ്ടം നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കില്ലെന്ന് എനിക്കറിയാം. സോ ഇതൊരു സോറി പറയാനുള്ളൊരു അവസരമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് നിസ്സാരമായിരിക്കും. പക്ഷെ നീ അനുഭവിച്ച വിഷമം ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ഒരിക്കലും നിന്നെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടില്ല. കാരണം ആശ്വസിപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഞാൻ തന്നെ പൊട്ടിക്കരഞ്ഞേക്കാം. അതുകൊണ്ട് നീ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനും സോറി. രണ്ടാമതായി മോളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നീ എപ്പോഴും എന്നോട് പരാതിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ മോനാണ് എപ്പോഴും വലുത്. ഇപ്പോൾ ഞാൻ പറയാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും, ഞാനടക്കം എല്ലാവർക്കും 2 മക്കളുണ്ടെങ്കിൽ അവരെ 2 തട്ടി വെച്ച് തൂക്കിയാൽ ഒരേ വലുതായിരിക്കും 2 പേർക്കും കൊടുക്കുക. ആരും കൂടുതലല്ല, കുറവല്ല. മോളൊരു കാര്യം കൂടി ഓർക്കണം, എന്നെയും അപ്പയെക്കാട്ടിലും കൂടുതൽ നിന്റെ വരവിനായിട്ട് നോക്കിയിരുന്ന എൻ്റെ ചേട്ടനാണ്. 10 വർഷം ഞങ്ങൾ കാത്തിരുന്നു നീ ഉണ്ടാവാൻ. അത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് നിന്റെ ചേട്ടനാണ്. നിന്റെ ഓരോ കാര്യത്തിലും അവൻ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് അവന് പോകാനായിട്ട് ഒരു 100 രൂപ കൊടുത്താൽ തിരിച്ചു വരുമ്പോൾ 50 രൂപയുടെ ഒരു സാധനം നിനക്കായി അവൻ കരുതും.
അതൊരിക്കലും മറക്കാൻ പാടില്ല. എൻ്റെ മോളോട് എനിക്കൊരു പറയാനുള്ളത്, നാളെ അപ്പയും അമ്മയും ഇല്ലാതെ വന്നാലും അവനാണ് നിന്റെ എല്ലാം. അത്രയേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ. അവന് ഒരിക്കലും നീയോ അവനോ എനിക്ക് കൂടുതലോ കുറവോ അല്ല. ശരിക്കും രണ്ടുപേരും എനിക്ക് ഒരേപോലെയാണ്, എനിക്കും അപ്പയ്ക്കും. പിന്നെ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവനെയാണ് ഞങ്ങൾ കൂടുതൽ കെയർ ചെയ്യുന്നതെന്നൊരു തോന്നൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സോറി. ഇത് നിന്നോട് ഞാൻ സോറി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. മോളതെല്ലാം മറക്കണം. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ എനിക്ക് നിന്നോട് ഇത് തുറന്നു പറയാൻ പറ്റിയത് എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പം എൻ്റെ മനസ്സ് ഒത്തിരി ഹാപ്പിയായ ഒരു ഫീലാണ്. കാരണം ഒരു പക്ഷെ നമ്മളുടെ കൂടെ ഇരുന്നാൽ നമ്മളിത് സംസാരിച്ച് തീർക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അവസരത്തിൽ ഇത് പറയാൻ പറ്റിയതിൽ വലിയ ഒരു സമാധാനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ സ്നേഹത്തിലോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടാതെ പോലെ നീ വിഷമിക്കരുത്. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് സംഭവിച്ചത്. സോറി. ലവ് യു സോ മച്ച്. കണ്ണുനീര് വീണ് നമ്മുടെ സ്റ്റേജ് വരെ നനഞ്ഞിരിക്കുകയാണ്. മോൾ എന്താ ഒന്നും പറയാത്തത്? അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശരി, പക്ഷേ അമ്പിളി ചേച്ചി പറഞ്ഞ പോലെ പറയാതിരുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു സോറി. ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അത് അവളെ കൂടുതൽ വേദനിപ്പിക്കും എന്തോ എങ്ങനെയോ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഈ ഒരു വേദിയിൽ അത് പറഞ്ഞപ്പോൾ ഒരുപാട് സമാധാനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാലും ഇപ്പോഴും സമീറയ്ക്ക് അമ്മ ഇത് പറഞ്ഞപ്പോൾ കുറെ കൂടി ആ സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളത് കുറെ കൂടി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ അമ്മയും മകളുടെയും ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ശക്തി കൂട്ടാനും അതിൻ്റെ ഒരു ആഴം കൂട്ടാനും നിങ്ങൾക്കുള്ളിൽ ആ ഒരു ആഴം എപ്പോഴും ഉണ്ടാവാനൊക്കെ ഇങ്ങനത്തെ സംഭാഷണങ്ങൾ ഒരുപാട് സഹായിക്കും അല്ലേ ശ്വേതാജി? ഇന്ന് മോളിവിടെ കരഞ്ഞത് ആ സന്തോഷത്തോടെയാണ്. ദാറ്റ് എനിക്കുണ്ടായിരുന്ന ഈ ഡൗട്ട്, ഞാൻ വെറുതെ ഇത്രയും ഒരു ഭാരം എടുത്ത് നടക്കുകയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. ആ ഒരു അപ്പോൾ ഇവിടുത്തെ ഒരു ഭാരം പോലും ഇവിടുന്ന് ഒരു ഭാരം ഇറങ്ങലും അത് ഒരു ബ്യൂട്ടിഫുള്ളായ മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് കൊടുത്താൽ എവിടെയോ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യുനോ, അതാണ് നമ്മൾ പറയുക, ഈ മൊമെൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവരുടെ വീട്ടിൽ ഇത് ഒരു പ്രാവശ്യം ഒരു ഫാമിലിയെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അത് റിലീഫാവും. ബിക്കോസ് ആൻഡ് ഐ എം ഷുവർ, എനിക്ക് ഉറപ്പാണ് കുറേ ആൾക്കാർ ഇത് അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ സമയമില്ലായ്മ എന്നുള്ള പ്രശ്നമാണ്. അത് ഏത് റിലേഷൻഷിപ്പിലും അതാണ് മെയിൻ പ്രശ്നം. ആൻഡ് അതുപോലെ ഇവിടെ നമ്മൾ അമ്മയും മകളുടെയും ഒരു സ്നേഹം കണ്ടതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള ഒരു റിലേഷൻ. അപ്പം അമ്മ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വരവിന് വേണ്ടി കാത്തിരുന്നു, ചേട്ടന്റെ ആഗ്രഹമാണ്, ഇന്നലെ കൂടി വിളിച്ചപ്പോൾ മോള് അതൊക്കെ ചോദിച്ചു കേട്ടപ്പോൾ ആ ഒരു സ്നേഹം, അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞത്. ശരിക്കും അവൻ ചേട്ടനല്ല, അച്ഛനാണ്. അതെ, എന്തായാലും ഈ ഒരു വേദിയിൽ ഞാൻ ആ ചേട്ടന് നല്ലൊരു കയ്യടി നമ്മളെല്ലാവരും ചേർന്ന് കൊടുക്കുകയാണ്.